ബംഗ്ലാദേശിൽ കലാപവും സംഘർഷവും ആരംഭിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ ആ പ്രതിഷേധം തിരിഞ്ഞത് ഇന്ത്യക്ക് നേരെയായിരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ മറ്റു പലതിൻ്റെയും പേരിൽ ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധം, ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീട് നാം കേട്ടത് ഈ ദുർഗാപൂജയോടനുബന്ധിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് മത്സ്യമാണ്. അതിൽ പ്രധാനം ഹിൽസ മത്സ്യങ്ങളാണ്. ലോകത്തെമ്പാടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹിൽസ മത്സ്യങ്ങളുടെ 70% ഉൽപ്പാദിപ്പിക്കുന്നത് ബംഗ്ലാദേശാണ്. ആ മത്സ്യമാണ് ഈ ദുർഗാപൂജ സമയങ്ങളിലെ ഒരു പ്രധാന വിഭവമായി തന്നെ പശ്ചിമ ബംഗാളിലെ ചില വിശ്വാസികൾ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത്. ഏതായാലും മത്സ്യം നൽകില്ല എന്നുള്ളത് 2012 സമാനമായ സംഭവങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ ഇന്ത്യ അത് മൈൻഡ് ചെയ്തില്ല. പകരം മ്യാൻമാറിലും ഒഡീഷയിലും ഗുജറാത്തിലുമൊക്കെയുള്ള ഈ ഹിൽസ മത്സ്യങ്ങളെ പശ്ചിമ ബംഗാളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും എത്തിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ കൊണ്ടുപോയി. അതായത് ഇന്ത്യക്കാർ പറഞ്ഞത് ഇത്തവണ നമ്മൾക്ക് ഈ ഹിൽസ മത്സ്യം ലഭിച്ചില്ല എങ്കിൽ ഈ ഹിൽസ മത്സ്യം ഇനി ബംഗ്ലാദേശിൽ നിന്ന് വാങ്ങുന്നില്ല, പകരം ഇവിടെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പല സംസ്ഥാന സർക്കാരുകളും നീങ്ങുന്നൊരു സാഹചര്യം. ഒഡീഷയും ഗുജറാത്തും പോലെടുത്ത് ഈ ഹിൽസ മത്സ്യങ്ങളുടെ കൃഷിയുണ്ട്, അത് വ്യാപകമാക്കാൻ അവരും തീരുമാനിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തങ്ങളുടെ കച്ചവടം പൂട്ടുമെന്ന് മനസ്സിലാക്കിയ ബംഗ്ലാദേശിലെ കയറ്റുമതിക്കാർ 79 കയറ്റുമതിക്കാർ സർക്കാരിന് നിവേദനം നൽകുകയും ഇപ്പോൾ സർക്കാർ നിരോധനം പിൻവലിച്ചുകൊണ്ട് 3000 ഹിൽസ മത്സ്യങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നു. 4000 ടൺ ഹിൽസ മത്സ്യങ്ങളാണ് ഈ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് ടോട്ടൽ അനുമതി കൊടുത്തിരിക്കുന്നത്. 79 കമ്പനികൾക്കാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും ബംഗ്ലാദേശിന് ഇന്ത്യയെ പൂട്ടാൻ പല വഴി നോക്കി ഒടുവിൽ മീൻ തരില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യൻ ജനത എത്തുകയും ഒടുവിൽ ബംഗ്ലാദേശിന് അത് കയറ്റുമതി ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തു. ഏതായാലും അത് കയറ്റുമതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ കയറ്റുമതിക്കാരായ 79 മത്സ്യ കച്ചവടക്കാർക്ക് അതൊരു വലിയ നഷ്ടം തന്നെയായി മാറിയേനെ. ന്യൂസ് ഡെസ്ക്.